ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് മോലയാണ്. ഇപ്പോൾ ഞാൻ ഫിഷിനെ ക്ലീൻ ചെയ്യാൻ പുളിയുടെ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ആ ചെതുമ്പലെല്ലാം നന്നായി മാറി കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ ഫിഷ് ക്ലീൻ ചെയ്ത് അതിലോട്ട് നമുക്കിനി ഇച്ചിരി നാരങ്ങയും ഇച്ചിരി മഞ്ഞളും ഉപ്പും കുരുമുളകും എടുത്തിട്ട് അത് മീനിൽ പുരട്ടി കൊടുക്കാം. മീനിലൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞും കൂടെ കൊടുക്കാം. ഇനി നമ്മളൊരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് അത് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഈ മീൻ അതിലോട്ട് ഇട്ടിട്ട് ഒരു 3/4 ഭാഗമായിട്ട് വറുത്തെടുക്കും. അപ്പം വറുത്തിട്ട് ഇനി ആ എണ്ണയിലോട്ട് വേണമെങ്കിൽ ഇച്ചിരി കൂടെ ഓയിൽ ആഡ് ചെയ്യാം. അതിലോട്ട് നമുക്ക് ഒരു 2-3 കഷ്ണം ഗ്രാമ്പൂവും പട്ട ഏലക്ക ആദ്യം ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ അല്പം ഇഞ്ചിയും അല്പം വെളുത്തുള്ളിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ ഒരു 1-2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് സോട്ട് ചെയ്തിട്ട് അതിലോട്ട് ഇച്ചിരി കറിവേപ്പിലയും ഒരു സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഇനി അത്യാവശ്യം വഴറ്റിയിട്ട് അതിലോട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഇത് നന്നായി വരണ്ടതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് തേങ്ങാപ്പാൽ അല്പം തിളയ്ക്കാൻ വയ്ക്കണം. അതിൻ്റെ കൂടെ ഒരു സ്പൂൺ പെപ്പർ പൗഡറും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് തിളച്ച് വരുമ്പോഴേക്കും ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ മീൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ടൊമാറ്റോ അരിഞ്ഞതും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി വിനാഗിരിയും കൂടി ചേർത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.